നമസ്കാരം, സ്വാഗതം നിലപാടിലേക്ക്. 10 വർഷം കേരളം ഭരിച്ച ശ്രീ പിണറായി വിജയന് മലയാളി എന്ന ജനതയെക്കുറിച്ചുള്ള കണക്കുകൂട്ടൽ എന്താണ്? ഭരണത്തിലെ ഏതു പിഴവുകളും ഏതു കുറ്റകൃത്യങ്ങളും അതിവേഗം വഴി മാറ്റിവിടാൻ കഴിയും വിധം ശ്രദ്ധാരഹിതരാണ് മലയാളി എന്നാണോ? അഴിമതിയുടെയും അതിക്രമങ്ങളുടെയും കത്തുന്ന ഓർമ്മകളെ കെടുത്തിക്കളയാൻ ഏതെങ്കിലും ഒരു മതവിശ്വാസത്തിൻ്റെ നിറപ്പൊടികൾ മതിയെന്നാണോ ശ്രീ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും കരുതുന്നത്? അത്രയും ഈസിയായി നമുക്ക് ഡീൽ ചെയ്യാൻ കഴിയുന്ന വിവരശൂന്യർ എന്ന നിലയ്ക്കാണോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിലെ വോട്ടർമാരെ പരിഗണിക്കുന്നത്? SNDP യോഗമെന്ന മഹാപ്രസ്ഥാനത്തെ ഗുരുനിന്ദയുടെ വിനാശ വഴിയെ വലിച്ചുകൊണ്ടു പോകുന്ന ഒരാളെ സ്റ്റേറ്റ് കാറിൽ കയറ്റി ഹൈവേയിലൂടെ കറക്കിയാൽ മാസപ്പടിയും മഞ്ഞക്കുറ്റിയും മരണ ലോക്കപ്പുമെല്ലാം ഈ ബ്ലഡി മലയാളീസ് മറന്നുപോയിക്കൊള്ളും എന്നാണോ പിണറായി വിജയൻ കണക്കാക്കുന്നത്? അയ്യപ്പ സംഗമം വിളിച്ച് ആളെ കൂട്ടിയാൽ, അമൃതാനന്ദമയ്യെ ആദരിച്ച് ആലിംഗനം ചെയ്താൽ, ആഭ്യന്തര വകുപ്പിൻ്റെ നരനായാട്ടിനെ, ആരോഗ്യമേഖലയുടെ അടിപതർച്ചകളെ മറന്ന് ജനം ഓടിവന്ന് കെട്ടിപ്പിടിച്ചോളും എന്നാണോ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞർ CPIM-നെ ഉപദേശിക്കുന്നത്? എങ്കിൽ ആ വിചാരം മലയാളി മനുഷ്യരുടെ രാഷ്ട്രീയ ബോധ്യത്തിന് മേലെ കൂടി ഇടതുപക്ഷം നടത്തുന്നൊരു അതിമോഹയാത്രയായിരിക്കും. ഭരണത്തിലെ ഗുരുതരമായ പിഴവുകളെ തിരുത്താതെ, മുഖ്യമന്ത്രിയുടെ അടക്കം മഹാപരാജയങ്ങളെ അംഗീകരിക്കാതെ ജനങ്ങളെ ആകെ മാനിപ്പുലേറ്റ് ചെയ്ത് കളയാമെന്നാണ് വിചാരമെങ്കിൽ അതിന് 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, നിങ്ങളുടെ ആ കൺകെട്ട് കളിക്ക് ജനം നിന്നു തരുമെന്നത് ഒരുതരം കടന്ന വിചാരമാണ്. 2, ഈ പണി സാക്ഷാൽ നരേന്ദ്രമോദിയുടെ പണിയാണ്. മനുഷ്യരുടെ രാഷ്ട്രീയ പ്രശ്നങ്ങൾക്കുമേൽ വിശ്വാസവികാരങ്ങളുടെ മേലങ്കി എടുത്തിട്ട് മൂടുന്ന പരിപാടി. ഇവിടെയും അതിൻ്റെ ഒടുവിലത്തെ ഗുണഭോക്താവ് മോദി തന്നെ ആയിരിക്കുമെന്നും നന്നായി ഓർത്തുകൊള്ളുക. വിചാരിച്ചതുപോലെ വിജയകരമായില്ലെങ്കിലും ആഗോള അയ്യപ്പ സംഗമം എന്നൊരു ഏർപ്പാട് പ്രഖ്യാപിക്കുകയും അത് ചർച്ചയാക്കുകയും അത് നടത്തി കാണിക്കുകയും ചെയ്തിരിക്കുന്നു സർക്കാർ. അനുകൂലിച്ചും വിമർശിച്ചുമെല്ലാം പലവിധ ചർച്ചകളുണ്ടായത് അടിസ്ഥാനപരമായി നമ്മൾക്ക് ഗുണമായിരിക്കുമെന്ന് തന്നെയാണ് CPIM-ൻ്റെയും സർക്കാരിൻ്റെയും കണക്കുകൂട്ടലും. ശബരിമലയെ ആഗോള രംഗത്ത് കൂടുതൽ ദൃശ്യതയോടെ പ്രതിഷ്ഠിക്കുക എന്നതാണ് പ്രഖ്യാപിത ലക്ഷ്യമായി അവതരിപ്പിച്ചിരിക്കുന്നത്. എങ്കിലും ഹിന്ദു വിശ്വാസ വികാരത്തെ സെറ്റിൽ ചെയ്യുകയോ അധികമായി ആകർഷിക്കുകയോ മാത്രമാണ് ആ പരിപാടിയുടെ ഏക ലക്ഷ്യമെന്ന് രാഷ്ട്രീയം മനസ്സിലാവുന്ന ഏത് മലയാളിക്കും തിരിയും. ഭക്തൻ്റെ ലക്ഷണങ്ങൾ ഭഗവത്ഗീതയുടെ 12-ാം അധ്യായത്തിൽ 13 മുതൽ 20 വരെയുള്ള 8 ശ്ലോകങ്ങളിലായാണുള്ളത്. അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണ ഏവജ എന്ന് തുടങ്ങുന്ന ഭാഗമാണ്. ശബരിമലയെ ലോകവേദിയിൽ പ്രതിഷ്ഠിക്കുക എന്ന ലക്ഷ്യമൊന്നും ആ പരിപാടിക്ക് എത്തിപ്പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അതിനുതകും വിധത്തിലുള്ള ഒരു ഡിസൈനുമായിരുന്നില്ല ആ സംഗമത്തിൻ്റേത്. അടുത്ത തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമാക്കി സമുദായ സംഘടനാ നേതാക്കളെ ഒന്നിച്ചിരുത്തുക, യോഗി ആദിത്യനാഥുമാരുടെ ആശംസാ സന്ദേശം ഒരു മന്ത്രിയെ കൊണ്ട് വായിപ്പിക്കുക, വെള്ളാപ്പള്ളി നടേശനൊപ്പം കാറിൽ കറങ്ങി സൗഹൃദം ഉദ്ഘോഷിക്കുക, അതുപോലെയുള്ള വെറും തെരഞ്ഞെടുപ്പ് ലക്ഷ്യങ്ങൾ മാത്രമേ ആഗോള അയ്യപ്പ സംഗമത്തിനുണ്ടായിരുന്നുള്ളൂ എന്നത് സ്പഷ്ടമാണ്. അയ്യപ്പ സംഗമം സംഘടിപ്പിച്ച സർക്കാർ നടപടിയെ സംഘപരിവാരവും ഒപ്പം മതനിരപേക്ഷ ചേരിയിലുള്ള ഒരു കൂട്ടരും നിശിതമായി തന്നെ വിമർശിക്കുന്നുണ്ട്. സംഘപരിവാരത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് നമുക്കറിയാം. അയ്യപ്പനെ അവഹേളിച്ച സർക്കാർ എന്ന പ്രചരണം നടത്തി ഭൂരിപക്ഷ മതവിശ്വാസികൾക്കിടയിൽ ഇടതുപക്ഷത്തോട് വിപ്രതിപത്തി സൃഷ്ടിക്കാനുള്ള പണി തുടരവേ സർക്കാർ നേരിട്ടിറങ്ങി അയ്യപ്പനെ ആദരിക്കാനും ശബരിമലയുടെ പവിത്രതാ പ്രചാരകരാകാനും ഒക്കെ തീരുമാനിച്ചാൽ പിന്നെ ഞങ്ങൾ എന്തു ചെയ്യും എന്ന ആധിയാണ് സംഘ നേതാക്കളിലും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലുമെല്ലാം നാം കണ്ടത്. ഒരു ഇടതുപക്ഷ സർക്കാർ മതവിശ്വാസങ്ങളുടെ പ്രചാരകരായി മാറുന്നതിലെ രാഷ്ട്രീയ പ്രശ്നമാണ് മതനിരപേക്ഷ ചേരിയിലെ ഏറിയ കൂറും മനുഷ്യർ പങ്കുവച്ചത്. എന്നു മാത്രവുമല്ല, ഭൂരിപക്ഷ മതവിഭാഗത്തിൻ്റെ ഏകീകരണം സൃഷ്ടിക്കാൻ അവരുടെ വിശ്വാസത്തെ എടുത്ത് ഉപയോഗിക്കുന്നതിലെ അപകടവശവും സ്വാഭാവികമായും ചൂണ്ടിക്കാണിക്കപ്പെട്ടു. മാത്രവുമല്ല, ഒരു പ്രത്യേക വിഭാഗത്തെ ഏകീകരിക്കാനുള്ള ശ്രമം, അതിനായി അവരുടെ മതവിശ്വാസത്തെ എടുത്തുപയോഗിക്കൽ, അത് അപകടകരമാണെന്ന് പൊതുവെ ചൂണ്ടിക്കാണിക്കപ്പെട്ടു.
അത് സാധാരണ നിലയ്ക്ക് സംഘപരിവാരം ചെയ്യുന്ന പണിയാണല്ലോ. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഉടൻ തെരഞ്ഞെടുപ്പിലേക്ക് നടന്നെടുക്കുന്ന സംസ്ഥാനം കേരളം മാത്രമല്ല. കേരളത്തിനൊപ്പം തമിഴ്നാടും പശ്ചിമ ബംഗാളും അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. തമിഴ്നാട് ഭരിക്കുന്നത് DMK ആണ്, ദ്രാവിഡ മുന്നേറ്റ കഴകം. പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസും. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഈ രണ്ട് കക്ഷികളും സ്വീകരിക്കാത്ത ഒരു പ്രത്യേക ലൈൻ പക്ഷേ ഇവിടുത്തെ ഇടതുപക്ഷം സ്വീകരിക്കുന്നു. പറയുമ്പോൾ ഈ മൂന്ന് കക്ഷികളും BJP വിരുദ്ധ ചേരിയിൽ നിൽക്കുന്നവരാണ്. മമതാ ബാനർജിയും MK സ്റ്റാലിനുമൊന്നും തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് അയ്യപ്പ സംഗമം പോലെ, അമൃതാനന്ദമയി ആദരം പോലെയുള്ള പരിപാടികൾ സംഘടിപ്പിച്ച് വോട്ട് നേടാനുള്ള കുറുക്കു വഴികൾ ആലോചിക്കുന്നില്ല. എന്തുകൊണ്ടായിരിക്കാം അത്? അതിനൊറ്റ കാരണമേ ഉള്ളൂ. അവർ നിലയുറപ്പിച്ചിരിക്കുന്ന രാഷ്ട്രീയ പ്രതലത്തെക്കുറിച്ച് ഉറച്ച ആത്മവിശ്വാസമുണ്ട്. ഒരു രാഷ്ട്രീയ പോരാട്ടത്തിൽ മതനിരപേക്ഷ ചേരിയുടെ പിന്തുണ ഞങ്ങൾക്ക് കിട്ടുമെന്ന ഉറപ്പ് അവർക്കുണ്ട്. ഹിന്ദുത്വ പരിവാരം അഴിഞ്ഞാടുന്ന കാലത്ത് ന്യൂനപക്ഷങ്ങളും ദലിതുകളും ഞങ്ങളിൽ പ്രതീക്ഷ വയ്ക്കുന്നുണ്ടെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്നറിയുമോ? ഭരണം കയ്യിലുള്ളപ്പോൾ സംഘപരിവാര വെറുപ്പിനെതിരെ സ്വീകരിച്ച നയവും നടപടികളുമാണ് അവരുടെ വിശ്വാസത്തിന് ആധാരം. ഹിന്ദുത്വ വർഗീയതയുടെ ഇരകൾക്ക് സ്റ്റാലിനെക്കുറിച്ചും മമതയെക്കുറിച്ചും സംശയമൊന്നുമില്ല. ഭരണാധികാരം ഉപയോഗിച്ച് സംഘപരിവാരത്തെ ചെറുക്കാൻ അവർ നടത്തുന്ന സന്ധിയില്ലാത്ത പോരാട്ടം ആ ജനത കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മതനിരപേക്ഷ ചേരിയുടെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ട് നഷ്ടപ്പെട്ടു പോയേക്കുമെന്ന ആധിയോ അത് പരിഹരിക്കാൻ ഭൂരിപക്ഷ ഏകീകരണത്തിനായുള്ള കുറുക്കു വഴികളോ അവർക്ക് വേണ്ടി വരുന്നില്ല. പക്ഷേ ഇവിടെ അത് വേണ്ടി വരുന്നു. സംഘപരിവാരത്തിൻ്റെ സകല വിധത്തിലുള്ള കടന്നുകയറ്റത്തെയും ചെറുക്കുമെന്ന് വാഗ്ദത്തം ചെയ്ത ഒരു പാർട്ടിയും മുന്നണിയും അതിൻ്റെ സർക്കാരും ന്യൂനപക്ഷ വോട്ടുകൾ, ദലിത് വോട്ടുകൾ നഷ്ടപ്പെട്ടേക്കും, അതിനാൽ വേറെ വഴി നോക്കണമെന്ന് ചിന്തിക്കുന്നു. അത് എന്തുകൊണ്ടാവും? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ മുന്നണിക്ക് അങ്ങനെ ഒരു പ്രതല നഷ്ടം അനുഭവപ്പെട്ട് തുടങ്ങിയത്? ഹിന്ദുത്വ പരിവാരത്തിൻ്റെ വേട്ടമൃഗമായ ന്യൂനപക്ഷങ്ങൾ, മുസ്ലിങ്ങൾ ഞങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയാണെന്ന് ഇടതുപക്ഷം കണക്കാക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ അതെന്തുകൊണ്ടാണ് എന്ന് അവർ ആലോചിക്കുന്നുണ്ടോ? അതിന് കാരണം കണ്ടെത്തി അതിൻ്റെ പരിഹാരത്തിലേക്ക് പോകാൻ CPIM-നും അവർ നേതൃത്വം കൊടുക്കുന്ന സർക്കാരിനും കഴിയുന്നില്ല എന്നുണ്ടോ? അഥവാ അവരതിന് മെനക്കെടുന്നില്ല എന്നാണോ? ആരോഗ്യകരമായ ഒരു ഐക്യ സൃഷ്ടിയിലൂടെ മൂന്നാം ഭരണമെന്ന മോഹത്തിലേക്ക് സഞ്ചരിക്കാൻ ഇടതുപക്ഷം എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല? ഇതാണ് ഏറ്റവും അത്ഭുതകരവും കൗതുകരമായ കാര്യം. മുസ്ലിം മൈനോറിറ്റിക്ക് സർക്കാരിൽ അവിശ്വാസമുണ്ടാകുന്നു എങ്കിൽ അതിനൊറ്റ കാരണമേ ഉണ്ടാവൂ. ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ കടന്നാക്രമണങ്ങളോട് ഭരണാധികാരം ഉപയോഗിച്ച് പൊരുതുന്നതിൽ സർക്കാർ പരാജയപ്പെടുന്നു എന്ന ചിന്തയല്ലാതെ മറ്റൊന്നായിരിക്കില്ല ആ വിശ്വാസ നഷ്ടത്തിന് കാരണം. RSSൻ്റെ പ്രിയക്കാരനായ പോലീസ് ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയുടെ വിശേഷാൽ പ്രിയങ്കരനായി തുടരുന്നത്, അയാൾക്കെതിരായ എല്ലാ വെളിപ്പെടുത്തലുകളെയും അട്ടിമറിക്കുന്നത് ഒരു സാധാരണ മതനിരപേക്ഷ മനുഷ്യൻ എങ്ങനെയായിരിക്കും നോക്കിക്കാണുന്നുണ്ടാവുക? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സുരേഷ് ഗോപിക്ക് ജയിക്കാൻ ആസൂത്രിതമായി തൃശ്ശൂർ പൂരം കലക്കിയെന്നും പോലീസ് സംവിധാനം അതിന് കൂട്ടുനിന്നുവെന്നും വെളിപ്പെടുത്തലുണ്ടായിട്ട് അത് അന്വേഷിക്കാനോ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാനോ സർക്കാർ തയ്യാറാകാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കുന്ന മനുഷ്യരോട് പറയാൻ CPIM എന്ന പാർട്ടിയുടെ കയ്യിൽ വല്ല ഉത്തരവുമുണ്ട്? പൂരം കലക്കാൻ ആസൂത്രിതമായ ശ്രമമുണ്ടായി എന്ന സത്യം മല പോലെ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോഴും അതിലൊരു FIR പോലും നമ്മുടെ സർക്കാർ എടുത്തിട്ടില്ല. അത് കലക്കാൻ ആസൂത്രിത സ്വഭാവത്തോടെ പ്രവർത്തിച്ചുവെന്ന് വിചാരിക്കുന്ന ഓഫീസറെ ഇപ്പോഴും ചേർത്തു പിടിച്ചിരിക്കുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPIM-ൻ്റെ PB അംഗമായ മുഖ്യമന്ത്രിയും. ഇത് കേവലമായ ആരോപണമല്ല. പൂരത്തിൽ പ്രശ്നമുണ്ടാക്കാനുള്ള സംഘപരിവാർ ശ്രമത്തിനെതിരെ ഇടപെടണം എന്നാവശ്യപ്പെടാൻ താൻ വിളിച്ചപ്പോഴൊക്കെ പോലീസ് ഓഫീസർ തൻ്റെ കോൾ അവഗണിച്ചുവെന്ന് മൊഴി കൊടുത്തത് ഈ സംസ്ഥാന ക്യാബിനറ്റിലെ രണ്ടാമത്തെ മന്ത്രിയായ ശ്രീ K. രാജനാണ്. ഓഫീസർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് ആഭ്യന്തര സെക്രട്ടറി കൊടുത്ത റിപ്പോർട്ട് ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ ആഫീസിൽ കെട്ടിക്കിടക്കുന്നു. ഓരോ തവണ അന്വേഷണ റിപ്പോർട്ടുകൾ കിട്ടിയപ്പോഴും അതിനെ മറികടക്കാൻ പുതിയ അന്വേഷണങ്ങൾ പ്രഖ്യാപിച്ച് ജനങ്ങളെ വിഡ്ഢിയാക്കാൻ നോക്കിയത് എന്തിനെന്ന ചോദ്യത്തിനും CPM-ന് വിശദീകരണമൊന്നുമില്ല. ക്രമസമാധാന ചുമതലയുള്ള ADGP RSS നേതാക്കളെ കാണുന്നത് എന്തിനെന്ന് ചോദിക്കുമ്പോൾ ഉത്തരമില്ലാതെ ഉരുളുന്ന CPIM-നെ കാണുന്ന ഒരു ശരാശരി വോട്ടർക്ക് അവരുടെ BJP വിരുദ്ധ പോരാട്ടത്തെക്കുറിച്ച് സംശയമുണ്ടാവില്ലേ? ആ അവിശ്വാസ പ്രശ്നം പരിഹരിക്കാൻ എന്തുകൊണ്ട് സർക്കാരും CPM-ഉം തയ്യാറാവുന്നില്ല? SNDP യോഗമെന്ന മഹാപ്രസ്ഥാനത്തെ ഗുരുദർശനങ്ങളിൽ നിന്ന് അടർത്തി മാറ്റി സംഘപരിവാരത്തിൻ്റെ ആലയിൽ തളയ്ക്കാൻ പണിയെടുക്കുന്ന വെള്ളാപ്പള്ളി നടേശനുമായി CPM-ന് എന്താണ് ഏർപ്പാട്? ഗുരുദർശനം എന്നാൽ വെള്ളാപ്പള്ളിയുടെ ദർശനമാണോ?
ഈഴവ സമുദായം എന്നാൽ വെള്ളാപ്പള്ളിയാണോ? ധർമ്മജനസേന എന്ന പേരിൽ ഒരു പാർട്ടി ഉണ്ടാക്കി ആ പാർട്ടിയെ BJPയുടെ പാളയത്തിൽ കൊണ്ടുപോയി കെട്ടിയിട്ട വെള്ളാപ്പള്ളിയുമായി CPMന് എങ്ങനെയാണ് ഒരു ആരോഗ്യകരമായ ബന്ധം നിലനിർത്താൻ കഴിയുക? സ്വന്തം സമുദായത്തിൻ്റെ പേരിൽ ഉണ്ടാക്കിയ പാർട്ടിയെ BJPക്ക് കൊടുത്ത വെള്ളാപ്പള്ളി CPMനെയും അതിൻ്റെ പ്രത്യയശാസ്ത്രത്തെയും സംരക്ഷിക്കാൻ കൂടെ നിൽക്കുമോ? CPM ആണ് വളരേണ്ടത് എന്ന നിലപാടുള്ള ഒരു നേതാവ് സ്വന്തം സമുദായത്തിൻ്റെ പേരിലുണ്ടാക്കിയ പാർട്ടിയെ BJPയുടെ പാളയത്തിലേക്ക് കൊടുക്കാൻ പണിയെടുക്കുമോ? നട്ടാൽ കുരുക്കാത്ത നുണകൾ നിരത്തി വർഗീയത പറയുമോ? അവിടെയാണ് ചോദ്യം. ഇങ്ങനെ ഒരു നേതാവുമായി CPMന് എന്താണ് ഏർപ്പാട്? അങ്ങനെ ഒരാളുമായി വിചിത്രമായ ബന്ധം സൃഷ്ടിച്ച് സൂക്ഷിക്കുക വഴി CPIM ലക്ഷ്യം വയ്ക്കുന്നത് എന്താണ്? ഇന്ത്യയിലെ CPIMൻ്റെ ഏറ്റവും ജനപ്രിയനായ നേതാവായിരുന്നു VS അച്യുതാനന്ദൻ. തൻ്റെ അവസാന കാലം വരെ അദ്ദേഹം വെള്ളാപ്പള്ളി നടേശൻ്റെ ദുരൂഹ ഇടപാടുകൾക്കെതിരെ പോരാടി. മൈക്രോ ഫിനാൻസ് ഇടപാടിൽ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ ക്രമവിരുദ്ധ ഇടപാടുകളുടെ വിവരങ്ങൾ അദ്ദേഹം നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നു, പൊതുസമൂഹത്തിന് മുൻപിലേക്ക് വലിച്ചിട്ടു. എന്നെ ഏറ്റവും അധികം വേട്ടയാടിയത് VS ആണെന്ന് വെള്ളാപ്പള്ളി തന്നെ പലയിടത്തും പറഞ്ഞു. കിട്ടിയിടത്തെല്ലാം വെള്ളാപ്പള്ളി VSനെ ആക്രമിച്ചു. എന്നിട്ട് VSന് എന്ത് സംഭവിച്ചു? VS മരിച്ചപ്പോൾ തെരുവോരത്ത് കാത്തുനിന്ന ലക്ഷക്കണക്കിന് മനുഷ്യർ തെളിയിച്ചത് എന്താണ്? വെള്ളാപ്പള്ളിയെ ആക്രമിച്ചാൽ ഇല്ലാതായി പോകുന്നതല്ല VS എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ ജനവിശ്വാസ്യത എന്നാണ്. അതായിരിക്കണം CPIMൻ്റെ എക്കാലത്തെയും വലിയ കേസ് സ്റ്റഡി. സമുദായ നേതാക്കളെയല്ല, അതിലെ മനുഷ്യരുടെ പ്രശ്നങ്ങളെയാണ് ഒരു പാർട്ടി അഭിസംബോധന ചെയ്യേണ്ടത്. അവരെ വിനാശ വഴിയിലേക്ക് തള്ളിയിടാനുള്ള പദ്ധതികൾക്കാണ് തടയിടേണ്ടത് എന്ന നിലപാടിലേക്ക് CPIM മാറണം. അതിനു പകരം കള്ളരേഖയുണ്ടാക്കി പാവപ്പെട്ട ഈഴവർക്ക് കിട്ടേണ്ട കാശടിച്ചു എന്ന കേസിലെ പ്രധാന പ്രതിയായ വെള്ളാപ്പള്ളി നടേശൻ ഈഴവരെ സാമ്പത്തികമായി ശാക്തീകരിച്ചുവെന്നാണ് പിണറായി വിജയൻ പ്രസംഗിച്ചത്. VSൻ്റെ പോരാട്ടത്തെ പോലും അപമാനിക്കുന്ന നിലപാട്. സർക്കാരിനെ പോലും ഇരുട്ടത്ത് നിർത്തുന്ന നുണകൾ വർഗീയതയ്ക്കായി വെള്ളാപ്പള്ളി ഉപയോഗിക്കുന്നു. അതിനോട് പോലും പ്രതികരിക്കാതെ വെള്ളാപ്പള്ളിയെ 1-ാം നമ്പർ സ്റ്റേറ്റ് കാറിൽ കയറ്റി നാട് ചുറ്റുന്നു മുഖ്യമന്ത്രി. നിശ്ചയമായും നമ്മൾ VS അച്യുതാനന്ദനെ മിസ് ചെയ്യുന്നു. കേരളത്തിൻ്റെ സാഹോദര്യ മനസ്സിന് മുറിവേൽപ്പിക്കുക എന്ന രാഷ്ട്രീയ ലക്ഷ്യത്തോടെ സംഘപരിവാരം വിത്തിട്ട് മുളപ്പിച്ച് കൊണ്ടു നടക്കുന്ന സംഘമാണ് കാസ എന്ന തീവ്ര സംഘം. വെറുപ്പും വിദ്വേഷവും നിരന്തരം കുത്തിവെച്ച് കേരളത്തിലെ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തെ മുസ്ലിം വിരുദ്ധമാക്കി മാറ്റുക എന്നതാണ് അതിൻ്റെ അജണ്ട. അതിനെ ഗൗരവമുള്ളൊരു ഭീഷണിയായി കാണാനോ പ്രതിരോധം സജ്ജീകരിക്കാനോ CPIM ഇതുവരെ മെനക്കെട്ടിട്ടില്ല എന്ന് കാണണം. കാസയുടെ വർഗീയാശയങ്ങളുടെ പ്രചാരകരായി ചില മതമേലധ്യക്ഷന്മാർ തന്നെ മാറിയതോടെ അത് ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ആകെ താല്പര്യമെന്ന മട്ടിലാണ് CPIM പലപ്പോഴും സമീപിച്ചത്. ഈരാറ്റുപേട്ടയിലെ പള്ളി വികാരിയെ മുസ്ലിം സ്കൂൾ വിദ്യാർത്ഥികൾ ബൈക്കിടിച്ചു കൊല്ലാൻ നോക്കിയെന്ന PC ജോർജുമാരുടെ പ്രചാരണത്തോടും ഉത്തരവാദിത്തരഹിതമായ സമീപനമെടുക്കുകയോ ഏതാണ്ട് അതിൻ്റെ പ്രചാരക രൂപത്തിൽ പെരുമാറുകയോ ചെയ്തു മുഖ്യമന്ത്രി പോലും. ആദ്യമൊക്കെ വോട്ടുനേട്ടം ഉണ്ടാക്കിത്തരുമെങ്കിലും ഒടുക്കം അതിൻ്റെ വിളവെല്ലാം കൊയ്യാൻ പോകുന്നത് ഹിന്ദുത്വ സംഘപരിവാരമാകുമെന്നത് തീർച്ച. ഈ കളിയെല്ലാം കാണുന്ന വോട്ടറോട് ഞങ്ങൾ വെറുപ്പിനും വിദ്വേഷത്തിനുമെതിരെ പോരാടുകയാണെന്ന് പറഞ്ഞാൽ അയാൾ അതെത്ര വിഴുങ്ങും? ആ പ്രശ്നം പരിഹരിക്കാൻ CPMന് കഴിയുന്നില്ല. പകരം ഭൂരിപക്ഷ വിശ്വാസ വികാരങ്ങളെ ഉത്തേജിപ്പിച്ച് ബാക്കിയെല്ലാം തിരശ്ശീലയ്ക്ക് പിറകിലാക്കി വിജയിക്കാമെന്നൊരു പദ്ധതിയിലാണ് CPM ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അതെത്ര എളുപ്പമായിരിക്കും? ഒരു അയ്യപ്പ സംഗമം നടത്തിയാൽ ഭരണത്തിലെ മറ്റെല്ലാ പിഴവുകളും ജനം മറക്കുമോ? ലോക്കപ്പിലിട്ട് പൗരനെ ഇടിച്ചു കൊല്ലുന്ന കൊല്ലാക്കൊല ചെയ്യുന്ന പോലീസിനെ മറക്കാൻ, അതിനെയെല്ലാം ഒറ്റപ്പെട്ടത് എന്ന് വിളിക്കുന്ന ഇൻസൾട്ടിംഗ് സമീപനത്തെ മറക്കാൻ അയ്യപ്പ സംഗമം മതിയാകുമോ? നിങ്ങളുടെ ഭരണകാലത്ത് പോലീസ് നാട്ടുകാരെ ആക്രമിക്കുകയാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവരുടെ കാലത്തും ഇടിച്ചിട്ടില്ലേ പോലീസ് എന്ന വഷളൻ ചോദ്യം ചോദിക്കുന്ന ഒരു സർക്കാരിനെയാണോ നമുക്ക് വേണ്ടത്? ഞങ്ങൾ 100-ലധികം പോലീസുകാരെ പിരിച്ചുവിട്ടില്ലേ എന്ന് ചോദിക്കുന്ന മുഖ്യമന്ത്രി ഇത്രയും പേരെ പിരിച്ചുവിട്ടിട്ടും ഇപ്പോഴും പോലീസ് എന്തേ ഇടി തുടരുന്നത് എന്ന് വിശദീകരിക്കുന്നില്ലല്ലോ. അതെന്തേ? എന്താണ് നിങ്ങളുടെ ഭരണത്തിൻ്റെ ഫൈനൽ റിസൾട്ട് എന്ന ചോദ്യത്തിന് മുഖം കുനിക്കാനല്ലാതെ മറ്റെന്തിന് പറ്റും? കാരണം ഇപ്പോഴും വഴിയിൽ നിൽക്കുന്ന മനുഷ്യരെ പിടിച്ചുകൊണ്ടുപോയി സ്റ്റേഷനിലിട്ട് തല്ലുന്നു പോലീസ്. അത് വിവാദമാകുമ്പോൾ ഇടികൊണ്ടവനെ കള്ളുകുടിയനെന്ന് വ്യാജം പറഞ്ഞ് ആക്ഷേപിക്കുന്ന ജില്ലാ സെക്രട്ടറിമാരെ മറക്കാൻ ജനത്തിന് ഒരയ്യപ്പ സംഗമം കിട്ടിയാൽ മതിയോ? ഭരണാധികാരത്തിൻ്റെ തണലിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ തൈക്കണ്ടി അന്യായമായി പണം വാരിക്കൂട്ടിയെന്ന ആരോപണത്തിനും ഇനിയും മതിയായ വിശദീകരണം നൽകാൻ CPIMന് കഴിഞ്ഞിട്ടില്ല. അത് മറികടക്കാൻ അമൃതാനന്ദമയ്യെ ആലിംഗനം ചെയ്താൽ മതിയെന്ന് കണക്കുകൂട്ടുന്നുവോ ഈ സർക്കാരും പാർട്ടിയും?
ലളിതമായൊരു ചോദ്യത്തിന് പോലും മറുപടി പറയാൻ കഴിയാതെ CPIM എന്ന് പറയുന്ന പാർട്ടി ഓടി ഒളിക്കുന്ന കാഴ്ച നാം കണ്ടത് വീണ തൈക്കണ്ടിയുടെ കാര്യത്തിലാണ്. മുഖ്യമന്ത്രിയുടെ മകൾ കരിമണൽ കമ്പനിയിൽ നിന്ന് പണം വാങ്ങിയത് എന്തിനെന്ന ചോദ്യത്തിന് ഉത്തരം മുട്ടി എഴുന്നേറ്റ് പാഞ്ഞു ആ പാർട്ടി. CMRL എന്ന കമ്പനിയുമായി സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിനും മെയിൻ്റനൻസിനുമായാണ് പിണറായി വിജയൻ്റെ മകൾ വീണ തൈക്കണ്ടി ഉടമയായ എക്സാലോജി കമ്പനി ഒരു കരാറുണ്ടാക്കുന്നത്. ആ കരാർ പ്രകാരം 1,72 ലക്ഷം രൂപ കമ്പനിയുടെയും വീണയുടെയും അക്കൗണ്ടുകളിലേക്ക് പലതവണയായി CMRL അയച്ചു കൊടുത്തു. പക്ഷേ കരാർ പ്രകാരം പകരം കൊടുത്ത സേവനം എന്താണെന്ന് ഈ ഭൂലോകത്ത് ആർക്കും അറിയില്ല. സ്വാഭാവികമായും അതറിയേണ്ട രണ്ട് കേന്ദ്രങ്ങൾ, ഒന്ന് CMRL കമ്പനിയും മറ്റേത് വീണ വിജയൻ്റെ എക്സാലോജി കമ്പനിയുമാണ്. പിണറായി വിജയൻ്റെ മകളുടെ കമ്പനി എന്താണ് തന്നത് എന്ന് തനിക്കറിയില്ലെന്ന് പറയുന്നു CMRLലെ സാങ്കേതിക വിഭാഗം മേധാവി. അയാൾക്ക് മാത്രമല്ല, CMRL ആർക്കും അതറിയില്ല. അതുകൊണ്ടാണ് പ്രമുഖ നേതാവിനെ പ്രീണിപ്പിക്കാനുള്ള പണം കൊടുക്കൽ മാത്രമാണിതെന്ന കണ്ടെത്തലിലേക്ക് ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ് എന്ന അർദ്ധ ജുഡീഷ്യൽ ബോഡി എത്തിയത്. കേന്ദ്ര സർക്കാരിൻ്റെ ആദായ നികുതി വകുപ്പ് പിണറായി വിജയനെ ആക്ഷേപിക്കാനുള്ള വഴി കണ്ടെത്തുകയാണെന്ന് വ്യാഖ്യാനിച്ച് വിവാദത്തെ വഴിതിരിക്കാനാണ് CPM ശ്രമിച്ചത്. അങ്ങനെയെങ്കിൽ ആദായ നികുതി വകുപ്പ് പറയാത്ത വീണ വിജയൻ്റെ കമ്പനി CMRLന് കൊടുത്ത സേവനം എന്താണ്? 1,72 ലക്ഷം രൂപ വാങ്ങിച്ചപ്പോൾ പകരം കൊടുത്ത സേവനം എന്താണെന്ന് വിശദീകരിക്കാൻ ഇന്ന് ഈ നിമിഷം വരെ CPIMനോ വീണ വിജയനോ കഴിഞ്ഞിട്ടില്ല. അടിമുടി അഴിമതിയുടെ നിഴലിൽ നിൽക്കുന്ന ഈ കേസ് മറയ്ക്കാൻ ഒരു അയ്യപ്പ സംഗമമൊക്കെ മതിയാകുമോ? CPIMൻ്റെ ഇരട്ടത്താപ്പിനെ ജനം മനസ്സിലാക്കില്ല എന്ന അതിവിചാരവും അവരെ ഭരിക്കുന്നുണ്ടോ? ഒരു ഘട്ടത്തിൽ ശബരിമലയിൽ പ്രാർത്ഥിക്കാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും അവിടെ അവസരമുണ്ടാകണം എന്ന നിലപാടെടുക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ഒരു പാർട്ടിയും സർക്കാരും ഇപ്പോൾ നിലപാട് അപ്പാടെ മാറ്റിയിരിക്കുന്നു. കേരളത്തെ ആധുനിക മാനവിക വിചാരത്തിലേക്ക് വഴി നടത്താൻ രൂപീകരിച്ച നവോത്ഥാന സംരക്ഷണ സമിതിയെപ്പോലും ഇന്ന് അവരൊരു തമാശയാക്കി മാറ്റി. ഇതെല്ലാം ഭരണത്തിലെ പിഴവുകൾ അടിയിലാക്കി മതവികാര വഴിയിലൂടെ ജയിക്കാനുള്ള കുറുക്കുവഴിയായി മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ പ്രബുദ്ധതയൊന്നും മലയാളിക്ക് ഇല്ലെന്നാണോ? അമൃതാനന്ദമയിക്കെതിരെ ഒരു കാലത്ത് കർശന നിലപാടെടുത്തിരുന്ന CPIMൻ്റെ നേതാക്കൾ ഇന്ന് അവിടെ പോയി അമ്മയെ ആദരിക്കുന്നു, ആലിംഗനം ചെയ്യുന്നു, ചുംബിക്കുന്നു, സർക്കാരിൻ്റെ ഉപഹാരം കൈമാറുന്നു. ആശ്രമത്തിലെ ഇടപാടുകളെക്കുറിച്ച് ഗൗരവതരമായ വിമർശനങ്ങൾ ഉന്നയിച്ച പാർട്ടിയും നേതാക്കളുമാണ് അതെന്ന് ഓർക്കണം. ആശ്രമത്തിനും അമൃതാനന്ദമയിക്കുമെതിരായി ഉയർന്നു വന്ന പരാതികളുടെ പിന്നാലെ പാർട്ടി ചാനൽ നടത്തിയ ഭഗീരഥ യാത്രകളുടെ കഥകൾ കേരളം മറന്നിട്ടുണ്ടാവില്ല. ഇന്നലെ ഉണ്ടായിരുന്ന നിലപാട് ഇന്നില്ലാത്തതെന്തേ എന്ന് ചോദിക്കുമ്പോൾ CPMന് ഉത്തരമുണ്ടോ? എല്ലാം ജനം വേഗത്തിൽ മറക്കുകയും പുതിയവയെ പുലുകുകയും ചെയ്യുമെന്നാണോ CPM വിചാരിക്കുന്നത്? വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയാൽ, അമൃതാനന്ദമയെ കെട്ടിപ്പിടിച്ചാൽ, മഞ്ഞക്കുറ്റിയുടെ പേരിൽ സർക്കാർ ജനങ്ങൾക്കുമേൽ നടത്തിയ അതിക്രമങ്ങളെ, ഇൻസൾട്ടുകളെ അവർ മറക്കുമോ? കേരയിൽ പ്രോജക്റ്റ് നടപ്പിലാക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴും സർക്കാരിൻ്റെ നിലപാട്. അത് ഗുണപരമാണോ എന്ന ചർച്ച വേറെ. എന്നാൽ അതിൽ സർക്കാർ എടുത്ത നടപ്പിലാക്കൽ നയം അഭിമാനബോധമുള്ള മലയാളിയുടെ നെഞ്ചിലേക്ക് കല്ലെടുത്തിടും മട്ടിലായിരുന്നു. കേരളിന് വേണ്ടി സ്ഥലം കൊടുക്കാൻ തയ്യാറുള്ളവർ പോലും സമരത്തിലേക്ക് വന്നു. എന്തായിരുന്നു കാരണം? ഒരു സർക്കാർ പൗരനോട് ചെയ്യേണ്ടുന്ന മിനിമം മര്യാദ, ധാർമ്മികത ഈ ഭരണകൂടം അന്ന് കാണിച്ചില്ല എന്നതുകൊണ്ടാണ്. ജീവിതകാലത്തെ മുഴുവൻ അധ്വാനവും കൊണ്ടൊരു മനുഷ്യൻ സമ്പാദിച്ച ഭൂമിയിലേക്കും അവിടുത്തെ വീട്ടിലേക്കും ഒരു സമ്മതവും കൂടാതെ ഇരച്ചു കയറി ചെല്ലാൻ, അവിടെ കല്ല് കുഴിച്ചിടാൻ ആരാണ് ഈ സർക്കാരിന് അവകാശം കൊടുത്തത്? ഭൂമിയുടെ ഉടമസ്ഥന് അവിടെ ഒരു അന്തസ്സുമില്ല എന്നാണോ? ഏതു പരിശോധനയ്ക്ക് മുൻപ്, ഏത് കല്ലിടലിന് മുൻപ് അയാളുടെ പറമ്പിൽ കയറാൻ അനുവാദം ചോദിക്കണ്ടേ? അയാളുടെ ആധികളെ കേൾക്കണ്ടേ? ആ കുടുംബത്തെ വിശ്വാസത്തിലെടുക്കണ്ടേ? കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണ്ടേ? മുൻകൂർ അനുമതിയില്ലാതെ ഏത് ആഘാത പഠനത്തിന് വേണ്ടിയായാൽ പോലും ഒരു വ്യക്തിയുടെ പറമ്പിൽ കയറുന്നത് നീതിയല്ല. ഞങ്ങൾ ഇതിങ്ങെടുക്കുകയാണ് എന്ന മട്ടിൽ അടയാളക്കല്ലിടുന്നത് മര്യാദയുമല്ല. ആ ഇൻസൾട്ട് താങ്ങാൻ കഴിയാത്തത് കൊണ്ടാണ് അഭിമാനബോധമുള്ള മനുഷ്യർ കുറ്റി പറിച്ച് തോട്ടിലെറിഞ്ഞത്. എന്നിട്ടും പരാതിക്കാരെ അവഗണിച്ചും പ്രതിഷേധിച്ചവരെ തീവ്രവാദികളാക്കിയും മുന്നോട്ട് പോയ ഭരണകൂടത്തിന് കിട്ടിയ തിരിച്ചടികളാണ് സമീപകാല തെരഞ്ഞെടുപ്പ് തോൽവികൾ. കേന്ദ്രാനുമതി കിട്ടും മുൻപ് തന്നെ മനുഷ്യരുടെ ഭൂമി തട്ടിപ്പറിച്ചെടുക്കാൻ കാണിച്ച ധൃതിയൊക്കെ അയ്യപ്പ സംഗമം കൊണ്ട് ജനം മറക്കുമോ? CPIMനെ പോലെ ഒരു പാർട്ടി ഭരണാധികാരത്തിൻ്റെ തുടർച്ചയ്ക്കായി ചെയ്തു കൂട്ടുന്ന സംഗതികൾ അങ്ങേയറ്റം ദയനീയവും നിരാശാജനകവുമാണ്. ഉണ്ടായ കാലം മുതൽ ഇങ്ങോട്ട് കേരളം കാത്തുസൂക്ഷിച്ചു പോരുന്ന മതനിരപേക്ഷ ജനാധിപത്യ അടിത്തറയുടെ ആണിക്കല്ലൂരിയിട്ടായാലും അടുത്ത തവണയും ജയിക്കണമെന്ന നിലപാടിലേക്ക് ആ പാർട്ടി ചുവടുമാറ്റിയിരിക്കുന്നു. RSSൻ്റെ ആശയ പദ്ധതിക്ക് വിധേയപ്പെട്ട ഭരണകൂടമെന്ന ആക്ഷേപത്തെ മറികടക്കാൻ കർക്കശ നിലപാടുകൾ എടുക്കുന്നതിന് പകരം
ഹിന്ദുത്വ ഏകീകരണത്തിൻ്റെ സാധ്യതകളെ തേടി വീണ്ടും വിജയിക്കാൻ ശ്രമിക്കുന്ന CPIM കേരളത്തിനാകെ ഒരു അപായ സൂചന നൽകുന്നുണ്ട്. സംഘപരിവാരത്തിൻ്റെ ടൂളുകൾ വിജയത്തിന് ഉപയോഗിക്കുന്നവർ ഒടുക്കം വിജയവും സംഘപരിവാരത്തിന് വെച്ചു വണങ്ങേണ്ടി വരും. നൈമിഷിക വിജയങ്ങളെന്ന CPIMൻ്റെ സ്വാർത്ഥ വിചാരം നമ്മളെ വലിയ കെടുതിയിലേക്ക് തള്ളിയിടാൻ പോവുകയാണ്. അത് തിരിച്ചറിയാൻ ഈ നാടിന് കഴിയണം. ആഭ്യന്തര വകുപ്പിൻ്റെ കൊല്ലാക്കൊലകളെ, വീണാ തൈക്കണ്ടിയുടെ ഇനിയും ദുരൂഹത നീങ്ങാത്ത ഇടപാടുകളെ, അയ്യപ്പ സംഗമങ്ങൾ കൊണ്ട് മറച്ചുവെച്ച് ജനത്തെ വിഡ്ഢിയാക്കാമെന്ന അതിമോഹത്തെ തിരിച്ചു കാണാൻ മലയാളി തയ്യാറാവട്ടെ. നിലപാട് പൂർണ്ണമാകുന്നു. നന്ദി.